അപ്പം ചേട്ടൻ്റെ പേരെന്താ പറയുക? മൈക്കിൾ ജോണി ജോയി മൈക്കിൾ ചേട്ടനാണ് പിന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു പള്ളിയുടെ ഇവിടുന്ന് കിട്ടിയതാണ് കേട്ടോ. കാരണം ഇവർക്ക് ഇവിടെ ഒരുപാട് ചരിത്രങ്ങളൊക്കെ അറിയാം. എന്നാലും ഈ ഒരു ലൈറ്റ് സ്ഥാപിച്ചിട്ട് എത്ര വർഷമായി? നമ്മുടെ അത് ഒരുപാട് വർഷമായി. എൻ്റെ ചെറുപ്പത്തിലേ ഉള്ള 5 വിളക്ക് എത്ര വർഷം? അതിപ്പോൾ അവിടെ ഒരാൾ ചോദിച്ചപ്പോൾ 10-250 വർഷം അടുത്തായെന്ന് പറഞ്ഞു. അപ്പം അത് മണ്ണെണ്ണാനല്ല കത്തിക്കൊണ്ടിരുന്നു രാജഭരണം ആദ്യമേ അവിടെ സ്ഥാപിച്ചല്ലേ. അപ്പം അവിടെ ഇങ്ങോട്ട് അത് ഞാൻ കണ്ടായിരുന്നു. അവിടെ കണ്ട ലൊക്കേഷൻ ഇരുന്നത് ഇങ്ങോട്ട് സൗകര്യപ്രദമായിട്ട് മുനിസിപ്പാലിറ്റി സ്ഥാപിച്ചിരിക്കുന്നത്. ഇപ്പം ഇവിടെ ഒരു നേരത്തുള്ള ബോട്ടേ ഉള്ളൂ. ഒരു ബോട്ടുണ്ട് 12 മണിക്ക് വിടുന്നു ആലപ്പുഴയ്ക്ക്. ആ ബോട്ട് പിന്നെ തിരിച്ചു വരത്തില്ല. പിറ്റേ ദിവസം പോവുള്ളൂ. കാറ്റുള്ള ഇരുന്നാണോ അതോ കാറ്റുള്ളാൻ വേണ്ടി ഇരുന്നാണോ? ഇരിക്കും. അപ്പം അടുത്തല്ലേ വീട്? അപ്പം ഒന്ന് പോയിക്കോട്ടെ. അപ്പം അടുത്ത ദിവസത്തെ വീഡിയോ ഉണ്ടാവും കേട്ടോ. ഓക്കെ, അടുത്ത ദിവസത്തെ വീഡിയോ ഉണ്ട്. വെൽക്കം ബാക്ക് അഗൈൻ. ബിനുവാണേ. അപ്പം ഞാനും ദാസപ്പനും ഉള്ളത് കിടങ്ങരയുള്ളത്. അപ്പം കിടങ്ങരയിൽ നിന്ന് നമ്മൾ ചങ്ങനാശ്ശേരി ചന്തക്കടവ് വരെയുള്ളൊരു കാഴ്ചയാണ്. അപ്പം നമുക്ക് ചങ്ങനാശ്ശേരി ചന്തക്കടവിൻ്റെ ഒരു കാഴ്ചയും ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് ചെറിയൊരു യാത്ര. ഇപ്പം നമ്മൾ ഹൈവേ കൂടെയാണ് പോകുന്നത് കേട്ടോ. അപ്പം ഈ ഹൈവേയുടെ 2 സൈഡിലും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു സൈഡിൽ കായലും ഒരു സൈഡിൽ പാടമാണ് കേട്ടോ. ഒരു പാടത്തിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ വരുന്നത് കൊണ്ട് ആദ്യമായിട്ടാണ് ഇതിൽ വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ പ്രകൃതി ഭംഗി എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും കണ്ടോ ഇതെല്ലാം കാണുന്ന കായലാണ് കേട്ടോ. കായൽ ഇതിലൊരു ബോട്ട് സർവീസൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ബോട്ട് സർവീസ് ഒന്നും ഇല്ല കേട്ടോ. ഉണ്ടോ ഇങ്ങനെ സൈഡ് മൊത്തം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കണം. മറ്റേ നെൽപ്പാടമാണ് കേട്ടോ. കൃഷി കൊയ്ത്തെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ വെള്ളം കയറി കിടക്കുന്ന സമയമാണ് സ്ഥലം കേട്ടോ. സെറ്റാണ്. എല്ലാം മഴയ്ക്കുള്ളൊരു ചാൻസ് ഉണ്ട്. അതൊന്ന് തന്നെയല്ല കേട്ടോ. ഈ ഒരു ഹൈവേയുടെ സൈഡ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന മരങ്ങളെല്ലാം മഗ്നീഷ്യമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. അതെല്ലാം പുല്ലല്ല, പക്ഷേ വെള്ളം കയറി മൂടി നിൽക്കുന്നൊരു സമയമാണ് കേട്ടോ. എന്നുവെച്ചാൽ ഓളച്ചെടി കയറി പൂത്ത് നിൽക്കുകയാണ്. നല്ല നീലപ്പൂവായിട്ട്. അതായത് നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ നീലക്കുറി, ഇടുക്കിയുടെ നീലക്കുറിയല്ല, ആലപ്പുഴയുടെ നീലക്കുറി കേട്ടോ. നീലപ്പൂ നിൽക്കുന്നുണ്ടോ? നീലപ്പൂവിൽ സെറ്റാണ് കേട്ടോ. ഈ സൈഡ് മൊത്തം വെള്ളമാണ്. അടിപൊളി കാഴ്ചയാണ് കേട്ടോ. പിന്നെ ദിവസം അവധി അതിൻ്റെ പേര് ഇഷ്ടം പോലെ ടൂറിസ്റ്റ് വണ്ടിയിലാണ് ഇതിൽ പോകുന്നത് കേട്ടോ. ഇതൊരു പാലമാണ്. ഈ പാലത്തിലൂടെയുള്ളൊരു യാത്രയാണ് കേട്ടോ. എന്നാൽ ഈ പാലം കാണാൻ നല്ല ഭംഗി കേട്ടോ. പാലത്തിൻ്റെ അങ്ങനെ ഉണ്ടോ, ഇത് കണ്ടോ, മുഴുവൻ പാടമാണ് കേട്ടോ. പാലത്തിലൂടെ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. സമയം ഇത്ര വൈകി പോയതുകൊണ്ട് മഴയ്ക്കുള്ളൊരു ചാൻസ് ഉണ്ട്. ഇതിൽ നിന്ന് പോകാൻ പറ്റുന്നതാണ് കേട്ടോ. ഇടി വിട്ടും എല്ലാം പാടമാണ്. അങ്ങനെ നമ്മൾ കുറേ ജീവനുള്ള മീനെ കണ്ടു കേട്ടോ. അപ്പോൾ ആ മീനെ കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. നല്ല മീൻ കേട്ടോ. വരാലാണ് വരാല്. ഇത് വരാലാണ് കേട്ടോ. അതെ അതെ അടിപൊളി വരാണ് കേട്ടോ. എല്ലാം ജീവനുള്ളതാണ് കേട്ടോ. എന്തിനാണ് കേട്ടോ ഇത്? ഇത് ഈ സാധനം 2.5 കിലോ 100. അത് മൊത്തം ഒരു കാര്യം 120 രൂപ മൊത്തം എടുത്തു വേണമെങ്കിൽ. ഇതാണ് നമ്പെന്ന് പറഞ്ഞാൽ ഇതാണ് കരിമീൻ കേട്ടോ. നമ്മുടെ പള്ളത്തിൽ പറഞ്ഞ കേട്ടോ. കരിമീൻ. ഇത് വാളയല്ലേ? അത് തൂളി അല്ലെ പുല്ലൻ അല്ലെ കാണാൻ നമുക്ക് പോകാം കേട്ടോ. അപ്പം നമ്മളിത് ഈ റൂട്ട് യാത്ര ചെയ്യുമ്പം ഇതിൽ ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ മീനുകളും, അതായത് അവിടെ നമ്മളൊരു ഫ്രഷ് താറാവിനെ കണ്ടു. അപ്പോൾ നമ്മൾ അതിൽ അങ്ങോട്ടൊന്ന് പോയിട്ട് നമുക്ക് നല്ല ഗംഭീര കാഴ്ച കേട്ടോ. നമുക്ക് ഈ ഫുട്പാത്തിലൂടെ ഇങ്ങനെ നടന്നു നമുക്കുണ്ടോ. എല്ലാം നല്ല ബൊഫേമിലാണ്. കടലാസ് റോസ കേട്ടോ. അതൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ സൂര്യകാന്തി, അതായത് നമ്മുടെ കേരളത്തിലെ സൂര്യകാന്തി കേട്ടോ. അത് കയ്പങ്കാടാണ്. അപ്പോൾ കായ് പിടിച്ചിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കൈനായിട്ട് കഴിക്കും. അല്ലോ ഇവിടുത്തേക്ക് കയ്പങ്കാടൊക്കെ നിൽക്കുന്നുണ്ടോ. നല്ല മൂട്ടനായിട്ടാണ് നിൽക്കുന്നുണ്ടോ പൂവൊക്കെ. ഇത് കായലാണ് കേട്ടോ. പക്ഷേ എല്ലാം പൊളച്ചെടി കയറി മൂടി നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ ഈ ഇതിൻ്റെ അക്കരെല്ലാം വീടുകളുണ്ട് കേട്ടോ. അതാണ് താറാവ്. ഇത് നമ്മുടെ നാട്ടിൽ പറയാം ഈ കോഴിക്കട പോലെയാണ്. കോഴി അന്നേരം വെട്ടി ഫ്രഷായി കൊടുക്കുകയാണ് കേട്ടോ. ഇത് താറാവിനെ കാലിട്ടിറങ്ങാട്ടുള്ള വെള്ളത്തിലാണ് വല കെട്ടിയാണ് ഞങ്ങൾ വളർത്തുന്നത് കേട്ടോ. നല്ല ഫ്രഷ് താറാവ്.
ഇതിലൊരു കാലത്തൊക്കെ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു കേട്ടോ. ബോട്ട് സർവീസൊക്കെ നിർത്തിയതാണ്. ഇപ്പം കണ്ടോ ഇവിടെ നേരെ ചങ്ങനാശ്ശേരി നിന്നാണ് ഈ ഒരു കായൽ പുറപ്പെടുന്നത് കേട്ടോ. ഇതിലെയാണ് മറ്റേ നേരെ ആലപ്പുഴയ്ക്ക് നേരെ ബോട്ട് സർവീസ് ഉണ്ട്. ഇതിലൊരു ഓട്ടോ കയറി വന്നുണ്ടോ, ഇപ്പോൾ അത് ഓട്ടോ കയറി വന്നുണ്ട് കേട്ടോ. ഇതാണ്. അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോകാം. തലവത്തത് ആറ്റോട്ട് ഭയങ്കര ഇളകി നിൽക്കുക കേട്ടോ. അങ്ങ് വിദൂര കാഴ്ച മുഴുവൻ പച്ചച്ച് കിടക്കുവാണ്. ഇതിനി മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇനി ഇത് അഴുകും കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഈ റോഡിൻ്റെ സൈഡിൽ കേട്ടോ ഇഷ്ടം പോലെ ഫുട്പാത്ത് വ്യാപാരികളുണ്ട് കേട്ടോ. എല്ലാം ഓട്ടോറിക്ഷയിലൊക്കെ മീൻ വ്യാപാരവും അതുപോലെ ചെറിയ ചെറിയ പെട്ടിക്കടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് തന്നെയുമല്ല ഇന്നത്തെ ദിവസം ഭയങ്കര അവധിയൊക്കെ ആയതിൻ്റെ പേരിൽ ഒരു കടകൾ കൂടിയില്ല കേട്ടോ. നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ ഒരു പാട് വിടും. സെറ്റാണ് കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ട് ഒരുപാട് പേർ ഇരിക്കാവുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കായലോട്ട് നോക്കി കാറ്റ് കൊണ്ടിരിക്കുന്നു, സംസാരിച്ചിരിക്കാൻ നേരം പോക്കിനൊക്കെ ആയിട്ട് കുറേ കാര്യങ്ങൾ പണിതിട്ടുണ്ട് കേട്ടോ. അതൊന്നും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നില്ല കേട്ടോ. അതെല്ലാം തുരുമ്പെടുത്ത് കിടക്കുവാണ്. ഇതിലങ്ങനെ കുറച്ച് മുന്നോട്ട് പോയി നോക്കാം എന്താണ് ഇവിടുത്തെ കാഴ്ചകൾ. സെറ്റാണ് കേട്ടോ. അടിപൊളി. അത് പറഞ്ഞാൽ അടിപൊളിയാണ്. പക്ഷേ വെളിവില്ല വെള്ളിയാഴ്ചയില്ലാതൊക്കെയാണ് വണ്ടിക്കാരിലേക്ക് വരുന്നത് കേട്ടോ. നമുക്കൊന്ന് പോയി നോക്കാം. ഹൈവേന്ന് അങ്ങനെ ഇറങ്ങി ഒരു ഗ്യാപ്പ് റോഡ് വഴി പോവാണ് കേട്ടോ. ഈ റോഡ് ചെല്ലുന്ന നേരെ നമ്മുടെ ചങ്ങനാശ്ശേരി ചന്തക്കടയിലോട്ടാണ് ചെല്ലുന്നത് കേട്ടോ. അപ്പോൾ ചന്തക്കടയിൽ അവിടെ നിന്ന് നമുക്ക് കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. പക്ഷേ നമ്മുടെ സ്പടിയം സിനിമയ്ക്കകത്ത് നമ്മുടെ ലാലേട്ടൻ ജീപ്പ് കൊണ്ടൊരു കുളത്തിലോട്ട് ചാടുന്നുണ്ട്. അപ്പോൾ ആ കുളത്തിൻ്റെയൊക്കെ ഒരു ഭംഗിയും കാഴ്ചയാണ് നമ്മളിന്ന് അവിടെ നിന്ന് കാണുന്നത്. പിന്നെ അവിടുത്തെ ഒരു മാർക്കറ്റിൻ്റെ കാഴ്ചയൊക്കെ കാണണം. ഇഷ്ടം പോലെ അമ്പലങ്ങളാണ് കേട്ടോ. മുട്ടിന് അമ്പലങ്ങളാണ്. പക്ഷേ വഴി എങ്ങനെയാണെന്ന് അറിയില്ല. 4 വാർഡും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം വഴികളാണ്. ചോദിക്കുമ്പോൾ പറഞ്ഞ പടിഞ്ഞാറോട്ട് പോട്ടെ, തെക്കോട്ട് പോട്ടെ, വടക്കോട്ട് പോട്ടെ. നമുക്കതൊന്നും ഒരു ശീലമില്ല. അതുകൊണ്ട് ശീലമൊന്നുമല്ല, കേട്ട് ശീലമാണ്. നമ്മുടെ ഇവിടെ എന്നാന്ന് വെച്ചാൽ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് റൈറ്റ് ലെഫ്റ്റ്. നമ്മളങ്ങനെ ഇതിൻ്റെ വന്നു കേട്ടോ. ഇവിടെ വന്നു. ഇവിടെ ഒരു വഴി പാലമൊക്കെ ആണ്, പഴകിയ ഒരു പാലം. നമുക്ക് ഇങ്ങനെ പോവാം. ഇപ്പോൾ ഏതാണ്ട് ഏറെക്കുറെ ചങ്ങനാശ്ശേരിയുടെ അടുത്ത് കേട്ടോ. ഇവിടെയൊക്കെ ഒരു കാട് കയറി കിടക്കുന്ന ഭാഗമാണ്. പക്ഷേ കാട് കയറി കിടക്കുന്നതല്ല, ഇവിടെയൊക്കെ വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണ്. മൊത്തം പുല്ലാണ് കേട്ടോ. അതാണ് നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. മഴയ്ക്ക് നല്ലൊരു ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഇവിടുത്തെ ഒരു ചങ്ങനാശ്ശേരി മാർക്കറ്റിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. വേസ്റ്റുകളെല്ലാം കുമ്മുന്നായി കൂട്ടിയിട്ടിരിക്കുന്നത്. ഇതെല്ലാം ഫിഷ് മാർക്കറ്റാണ് ഏറ്റവും കേട്ടോ. ഫിഷ് മാർക്കറ്റും ബീഫ് മാർക്കറ്റും അതുപോലെ പച്ചക്കറി മാർക്കറ്റും എല്ലാം ഉള്ളൊരു പ്രദേശമാണ് കേട്ടോ. നമ്മുടെ കോട്ടയം ജില്ലയിലെ മെയിനായിട്ടൊരു ഇതാണ് കേട്ടോ പച്ചക്കറി. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ചങ്ങനാശ്ശേരി ചന്തക്കടവിൽ നിന്ന് നേരെ ആലപ്പുഴയ്ക്കുള്ള ബോട്ട് സർവീസ് ഉള്ള ഒരു ജലപാതയാണ് കേട്ടോ. അപ്പം ഇവിടെ ശരിക്കും 20 മിനിറ്റ് ക്യാപ്പ് ഇട്ട് ഇതിൽ ജലപാതയിലൂടെ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ എന്നാ വെച്ചാൽ ബസ്സുകളും കാറുകളും 2 വീലറും ബൈക്കുകളൊക്കെ വന്നതിന് ശേഷം ഇവിടെ ജലപാതയിലൂടെ ഉള്ള ബോട്ട് സർവീസ് 2 നേരമുള്ളൂ കേട്ടോ. രാവിലെ 11 മണിക്കും വൈകിട്ട് എന്നാണ്ട് ഒരു 4-4:30 കണ്ടൊക്കെയാണെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ഒന്നുമില്ലാത്തൊരു സമയത്താണ് വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ കുഞ്ഞു വീടുകളുണ്ട്. നല്ല രസമാണ് കേട്ടോ കാണാൻ കേട്ടോ. ഞാൻ നീറ്റ് ആൻഡ് ക്ലീനാണ്. കായലിലോട്ട് ഇങ്ങനെ അഴുക്കുള്ള കാര്യങ്ങളും തന്നെ ഒന്നും തന്നെ ഇല്ല. അപ്പം ആ കാണാൻ കേട്ടോ നമ്മുടെ ചന്തക്കടവ്. അതായത് ചന്തക്കടവ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കുളമുണ്ട്. അതായത് നമ്മുടെ ലാലേട്ടൻ സ്പടികം സിനിമയിൽ ജീപ്പ് ജമ്പ് ചെയ്യിപ്പിച്ച് വെള്ളത്തിലോട്ട് വീഴുന്നൊരു സീനുണ്ട് കേട്ടോ. അതിവിടെയാണ് കേട്ടോ. കേട്ടോ ഇതിൻ്റെ 2 സൈഡിലും നല്ല ലൈറ്റ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ 5 ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു ലൈറ്റ് ഉണ്ട് കേട്ടോ. അത് പറഞ്ഞൊരു താറാവ് ഫാമാണ് കേട്ടോ. അപ്പം ഇവിടെ നമുക്ക് ജീവനോടെ താറാവിനെ കിട്ടും. അല്ലാതെ സാറിന് നമ്മുടെയൊക്കെ നാട്ടിലെ പോലെ കോഴിക്കടയില്ല. അതുപോലെ കടകളിലാണ് സാറിന് ഈ കോഴിയൊക്കെ. ഇതിവിടെ വെള്ളത്തോട് ചേർന്ന് വെള്ളത്തിലാണ് താറാവ് കിടക്കുന്നത് കേട്ടോ. ഇതാണ് ഈ ചേട്ടൻ്റെ കട. ഇതാണ് ഈ ചേട്ടനാണ് കേട്ടോ ഈ താറാവ് ഫാമിൻ്റെ മുതലാളി കേട്ടോ. ചേട്ടൻ്റെ പേര് ടോണി. ചേട്ടൻ ഇത് എത്ര വർഷമായിട്ടുള്ളതാണ് ഈ കട? ഒരു വർഷമായിട്ടുള്ളൂ അല്ലേ? അപ്പം ചേട്ടന് വീൽച്ചെയറിലാണ് വ്യാപാരം എല്ലാം? അതല്ല. അപ്പോൾ ഇവിടെ സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നിർത്തിയിട്ടുണ്ട്. നമ്മുടെ പട്ടിക്കൊട്ടുണ്ട് അല്ലേ? അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇതിൽ എപ്പോഴൊക്കെയാണ് ബോട്ട് സർവീസ് ഉള്ളത്? ഇതിൽ എപ്പോഴൊക്കെ ബോട്ട് സർവീസ് ഉള്ളത്? രാവിലെ അല്ലേ? രാവിലെ 11 മണിക്ക് വരും ആലപ്പുഴന്ന്. 12:30 തിരിച്ചു പോകും. ആളൊന്നുമില്ല. വന്നു പോകുന്നു. അപ്പോൾ ഒരു കാലഘട്ടങ്ങളിൽ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു അല്ലേ? അരമണിക്കൂർ പോയിക്കൊണ്ടിരുന്ന അല്ലേ?
അപ്പം അങ്ങനെ വാഹനങ്ങൾ വന്നപ്പോൾ അത് കുറഞ്ഞു. പറഞ്ഞു മെയിൻ സ്റ്റാഫ് മെയിൻ സ്റ്റാഫ് അതാണ് മെയിൻ സ്റ്റാഫാണ് കേട്ടോ. അപ്പോൾ ഇതിൽ അരമണിക്കൂർ ഗ്യാപ്പ് ഇട്ട് ഇതിലെ ബോട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് വണ്ടിയും കാറും ലോറിയൊക്കെ വന്ന കാലത്ത് ഇതിലെ ബോട്ട് സർവീസുകൾ നിന്ന് പോയെന്നാണ് പറയുന്നത്. അപ്പം ഡെയിലി ഒരെണ്ണം ഉള്ളൂ കേട്ടോ, രാവിലെ അങ്ങാണ്ട് ഉള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെ നമുക്കിവിടെ ഈ 5 മുഖം ലൈറ്റ്, ഈ നിൽക്കുന്നതെല്ലാം പോച്ചയാണ് കേട്ടോ, പുല്ല്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഇതൊക്കെ പറഞ്ഞാൽ പശുവിന് കൊടുക്കാൻ പറ്റിയ പുല്ലാണ് കേട്ടോ. ഇവിടെ അങ്ങനെ പശു വളർത്തുന്നില്ല ഇല്ലാത്തതാണ് അതിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വേറൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ ബിൽഡിങ്ങുകളുടെ എല്ലാം ഒരുപാട് കാലപ്പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ് കേട്ടോ. ഇതൊക്കെ ഉണ്ട്. ഈ ബിൽഡിങ്ങുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു സിനിമാ ലൊക്കേഷന് പറ്റിയൊരു സ്പേസാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ ബിൽഡിങ്ങുകളെല്ലാം നല്ല പഴക്കമുള്ള ബിൽഡിങ്ങാണ് കേട്ടോ, ഓടിട്ട ബിൽഡിങ്ങാണ്, എല്ലാം തടിയാണ് കേട്ടോ. അപ്പം ഈ ഇതിനകത്ത് നിർമ്മിച്ചിരിക്കുന്നത് പറഞ്ഞാൽ വെട്ടുകല്ലാണ്. അപ്പോൾ ചേട്ടാ ഈ 5 മുഖം ലൈറ്റ്, 5 മുഖം ലൈറ്റ് അത് സ്ഥാപിച്ചിട്ട് സ്ഥാപിച്ചിട്ട് എത്ര വർഷമാണെന്ന് അറിയോ ചേട്ടാ? ഡേറ്റ് എഴുതിയിട്ടല്ലേ? അതല്ലേ അവിടെ അല്ലേ? ഓക്കെ, പഠിക്കുമോ? ഇവിടെ എഴുതിയിട്ടുണ്ടോ? അപകട മുന്നറിയിപ്പ്, ഈ കനാലിൽ ഇറങ്ങരുത്, കുളത്തിൽ ആഴവും അഴുകലും കൂടുതലാണ്, നിരവധി അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ജാഗ്രത പാലിക്കുക. അപ്പം നഗരസഭ സെക്രട്ടറിയുടെ ലെറ്ററാണ് കേട്ടോ. ഈ കാണുന്നതെല്ലാം ലൈറ്റാണ് കേട്ടോ. ഇതൊക്കെ നഗരസഭയുടെ രീതിയിലുള്ള ലൈറ്റായിരുന്നു വെച്ചിരിക്കുന്നു കേട്ടോ. അവരാണ് ലൈറ്റ് വെച്ചത്. ദാസപ്പ ഇവിടെ ഇരുന്ന് കേട്ടോ, മുട കാണിക്കില്ല, പോയിട്ടിപ്പോൾ വരാം. അപ്പം ദാസപ്പനെ ഇവിടെ ഇരുത്തിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പം ഇവിടെ ഒരു പള്ളിയുണ്ട് കേട്ടോ. ആ പള്ളിയുടെ 5 വിളക്കാണ് കേട്ടോ. 5 മുഖ വിളക്കല്ല, 5 വിളക്ക് സ്ക്വയർന്ന് അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലാണ് വന്നത് കേട്ടോ. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ പട്ടിയുണ്ട് കേട്ടോ. ഈ അടുക്കി വെച്ചിരിക്കുന്ന എല്ലാം വിറകാണ് കേട്ടോ. അപ്പം ഇവിടുത്തെയൊക്കെ ബിൽഡിങ്ങുകളുടെയൊക്കെ പഴക്കം കണ്ടോ, ഓടിട്ട ബിൽഡിങ്ങുകളാണ്. ബിൽഡിങ്ങുകളുടെയൊക്കെ പഴക്കം കണ്ടോ. ഈ പ്ലാസ്റ്റിക് ഇട്ട് മൂടി വെച്ചിരിക്കുന്ന മുഴുവൻ വിറകാണ് കേട്ടോ. ഈ വിറകിന് ഭയങ്കര ഡിമാൻഡാണ്. നമ്മുടെയൊക്കെ നാട്ടിലെ പോലെ വിറക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ആ ബിൽഡിംഗ് ഉണ്ടോ, ഒരേ ബിൽഡിങ്ങാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ചന്തക്കടവ്. അത് ചന്തക്കടവ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ സ്പടിയൻ സിനിമയിൽ ലാലേട്ടൻ ജീപ്പ് ജമ്പി അടിക്കുന്നത്. അതായത് അവിടെ നിന്നാണ് വന്നത്. അപ്പോൾ അവിടെ വരെ നമുക്കൊന്ന് പോയിട്ട് വരാം. അപ്പം ഈ 5 മുഖം ലൈറ്റിന് ഏകദേശം 250-300 വർഷം പഴക്കമുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. വിളക്ക്, 5 വിളക്ക്. നമുക്ക് ഈ വിളക്കിവിടെ സ്ഥാപിച്ചിട്ട് 250 വർഷമായിട്ട് മേളിൽ പഴക്കമുണ്ട് കേട്ടോ. ചങ്ങനാശ്ശേരി കൊല്ലവർഷം 980 മണ്ഡൂതല മാസം 17 രാജശ്രീ വേലിത്തമ്പിത്തളവയാൽ സ്ഥാപിക്കപ്പെട്ട ഇതാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ വായിക്കുന്നില്ല. ഇതിവിടെ ഇങ്ങനെ കല്ലേൽ അന്നും കുത്തി വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനങ്ങനെ അങ്ങോട്ടും കുറേ വിളക്കുണ്ട് കേട്ടോ. അവിടെ കണിക്കുന്നൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പള്ളിയുടെ ഒരു കാഴ്ച നമുക്ക് കാണാം. പക്ഷെ ഇത് വെളുപ്പിന് രാവിലെ വന്നാലേ ഉള്ളൂ കേട്ടോ ഇവിടുത്തേക്ക് ഈ ചന്തക്കടവിൻ്റെയൊക്കെ ഒരു വ്യാപാരം ഇങ്ങനെ നടക്കുന്നതിൻ്റെ കാഴ്ചയിൽ കാണാൻ പറ്റുള്ളൂ. ഇതാണ് ഈ പള്ളി കേട്ടോ. ഇതിൻ്റെ പണി തുടങ്ങിയിട്ട് 1935 പണി തുടങ്ങിയത്. 1939 ഇതിൻ്റെ പണി പൂർത്തിയായത് കേട്ടോ. അപ്പം ഈ ചന്തക്കടവിനെ കൂടെ ഒരുപാട് വ്യാപാരികളുണ്ട് കേട്ടോ. വ്യാപാര സ്ഥാനങ്ങൾക്കുള്ളതാണ്. വ്യാപാരികളല്ല, വ്യാപാര പ്രസ്ഥാനങ്ങളാണ്. പക്ഷേ ഇവിടുത്തെ ബിൽഡിങ്ങുകൾക്കൊക്കെ നല്ലൊരു ശതമാനം പഴക്കമുണ്ട് കേട്ടോ. എല്ലാം ഓടിട്ട ബിൽഡിങ്ങുകളാണ്. പക്ഷേ ഇന്നേ ദിവസം ഇവിടെ വ്യാപാരങ്ങളൊക്കെ ഉച്ചയായപ്പോൾ എല്ലാം അടച്ച് കേട്ടോ. അപ്പം ഇന്ന് ദുഃഖവെള്ളി ആയതിൻ്റെ പേരിലാണ് കേട്ടോ ഈ കടകളൊക്കെ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഇതിനകത്ത് ഒന്നും കാണാനൊന്നുമില്ല. പക്ഷേ ഇട ദിവസങ്ങളൊക്കെ വരുവാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അടിപൊളി വ്യാപാരം നടക്കുന്നൊരു സമയമാണ് രാവിലെ. പച്ചക്കറി ആയാലും മീനായാലും എന്തായാലും ഈ ഒരു മാർക്കറ്റിൽ കേട്ടോ. അതെനിക്ക് തോന്നുന്നത് കേരളത്തിലെ നമ്പർ 1 ആയിട്ട് തന്നെയുള്ളൊരു മാർക്കറ്റാണ് കേട്ടോ. അപ്പം അങ്ങനെ അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല കേട്ടോ. ഇവിടെ നിന്ന് ഈ മാർക്കറ്റിൻ്റെ ഒരു ഭംഗിയാണ് കേട്ടോ. ചട്ടിയും പാത്രങ്ങളും എല്ലാം വിൽക്കുന്ന ഒരു ഇതാണ് കേട്ടോ. ഇതാണ് ആ പള്ളിയുടെ പുറവശം കേട്ടോ. കരിങ്കല്ലാ തീർക്കപ്പെട്ട ഒരു പള്ളിയാണ് കേട്ടോ. ഇവിടെ എന്തോ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ടോ. ഈ പള്ളിയുടെ ആയിട്ട് എന്തോ ചടങ്ങും കാര്യങ്ങളൊക്കെ നടന്നിരുന്നതാണ് കേട്ടോ. കഞ്ഞിയും ചമ്മന്തിയൊക്കെയാണ് കേട്ടോ. ആ പാത്രങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ പള്ളിയുടെ ഭാഗത്ത് കഞ്ഞിവയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കാരണം ഇന്ന് ഈ ദുഃഖവെള്ളി ആയതിൻ്റെ പേരിലാണ് കേട്ടോ. ഇവിടത്തേക്ക് ഈ ബിൽഡിങ്ങുകളുണ്ടോ. എനിക്ക് തോന്നുന്നത് ഈ ബിൽഡിങ്ങൊക്കെ ഇത്രയും പഴക്കം കേട്ടോ. ആ വിളക്ക് സ്ഥാപിച്ചിരിക്കുന്നതിന് അത്ര തന്നെ പഴക്കമുണ്ട്. കാരണം വെച്ചാൽ ഈ ഒരു മാർക്കറ്റിൽ ഇരുട്ടായതിൻ്റെ പേരിലാണ് വേലുത്തമ്പിത്തളവ രാജാവ് ആ വിളക്ക് അവിടെ സ്ഥാപിച്ചു കേട്ടോ. അത് മണ്ണെണ്ണയിലാണ് കത്തിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് മുന്നോട്ട് പോവാം. ഇനി നല്ല മഴയ്ക്കുള്ളൊരു ചാൻസ് ഉണ്ട്. അങ്ങനെ ആ സൈഡും ഈ സൈഡെല്ലാം ഈ ചങ്ങനാശ്ശേരി മാർക്കറ്റിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പം ചേട്ടൻ്റെ പേരെന്താ പറയുക? ആ, മൈക്കിൾ.
ജോണി ജോയി മൈക്കിൾ ഗഡറാണ് പിന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു പള്ളിയുടെ ഇവിടുന്ന് കിട്ടിയതാണ് കേട്ടോ. കാരണം ഇവർക്ക് ഇവിടെ ഒരുപാട് ചരിത്രങ്ങളൊക്കെ അറിയാം. എന്നാലും ഈ ഒരു ലൈറ്റ് സ്ഥാപിച്ചിട്ട് എത്ര വർഷമായി? നമ്മുടെ ആ അത് ഒരുപാട് വർഷമായി. എൻ്റെ ചെറുപ്പത്തിലേ ഉള്ള 5 വിളക്ക് എത്ര വർഷം? അതിപ്പോൾ അവിടെ ഒരാൾ ചോദിച്ചപ്പോൾ 250 വർഷം അടുത്തായെന്ന് പറഞ്ഞു. അപ്പോൾ അത് മണ്ണെണ്ണാനല്ല കത്തിക്കൊണ്ടിരുന്നു രാജഭരണം ആദ്യമേ അവിടെ സ്ഥാപിച്ചല്ലേ. അപ്പോൾ അവിടെ ഇങ്ങോട്ടും അത് ഞാൻ കണ്ടായിരുന്നു. അവിടെ ഞങ്ങളുടെ ലൊക്കേഷൻ ഇരുന്നത് ഇങ്ങോട്ട് സൗകര്യപ്രദമായിട്ട് മുനിസിപ്പാലിറ്റി സ്ഥാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു നേരത്തുള്ള ബോട്ടേ ഉള്ളൂ. ഒരു ബോട്ടുണ്ട് 12 മണിക്ക് ഇവിടുന്ന് ആലപ്പുഴയ്ക്ക്. ആ ബോട്ട് പിന്നെ തിരിച്ചു വരത്തില്ല. പിറ്റേ ദിവസം പോവുള്ളൂ. കാറ്റുള്ള ഇരുന്നാണോ അതോ കാറ്റുള്ളാൻ വേണ്ടി ഇരുന്നാണോ? ഇരിക്കും. അങ്ങനെ നല്ല വെയിലാണ്. അപ്പോൾ എൻ്റെ കളർ കാണുമ്പോൾ തന്നെ അറിയാം. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. ഇനി നമ്മൾ നല്ല നല്ല കാഴ്ചകളും നല്ല നല്ല വീഡിയോകളുമായിട്ട് ഇനി നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഉണ്ടായിരിക്കും കേട്ടോ. പക്ഷേ ഇവിടുത്തെ വെയിൽ ഒരു രക്ഷയില്ല. എന്ന് പറയാൻ കറുത്ത് കരിങ്കൂലി പോലാണെന്ന സൈസ് വെയിൽ. അപ്പം ബൈ.